ഇന്നേ എളുപ്പത്തിൽ ഒരു മസാല ഓട്സ് ഉപ്മാ കാണിക്കാമേ. പെട്ടെന്ന് ഉണ്ടാക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ ചെയ്യാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഓട്സ്, ഇത് റോൾഡ് ഓട്സ് ആണ്. ഇതുണ്ടോ, എളുപ്പമാവത്തില്ല, ഇത് ഇച്ചിരിയുടെ വേവുള്ളതാണ്. റോൾഡ് ഓട്സ് ഉണ്ട്, മിക്സ്ഡ് വെജിറ്റബിൾസ്, ഇത് ഫ്രോസൺ ആണ്. ഒരു ഉള്ളിയുണ്ട്, മല്ലിയില, പച്ചമുളക്, കടുക്, ജീരകം, പിന്നെ കരിയാപ്പില ഉണ്ട്, വെള്ളം, എണ്ണ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം, 5 മിനിറ്റ് മതി. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, എന്നിട്ട് ഇതിലോട്ട് ജീരകം 1 ടീസ്പൂൺ ഉണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ മുമ്പോട്ട് നിൽക്കണേ. അതിലേക്ക് 1 പച്ചമുളക്, എരിയൊക്കെ ഉള്ളത് ഇടണം ആവശ്യത്തിന്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഇഞ്ചി മറന്നു പോയായിരുന്നു പറയാൻ. അപ്പോൾ ഇഞ്ചി 1/4 ടീസ്പൂൺ ഇഞ്ചി. ഇതിലേക്ക് 1 ചെറിയ സവോള, ഇച്ചിരി ഉപ്പിടാം, കരിയാപ്പില, കറി ലീവ്സ് അതിട്ടു. ഉള്ളി ഇത്രയും വഴന്നാൽ മതി, ഇനി വെള്ളത്തിൽ കിടന്ന് വേവുമല്ലോ. അപ്പോൾ അതിലോട്ട് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ബീൻസും ക്യാരറ്റും പീസും ഒക്കെ ഉണ്ട്. ഇത് ഫ്രോസൺ വാങ്ങിച്ചാണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോഴേ സമയം അത്രയും കൂടെ നമ്മുടെ ലാഭമാണ്. ഇതൊന്നും വഴണം. ഒരു മിനിറ്റ്. 1.5 കപ്പ് വെള്ളമാണ്. 1 കപ്പ് ഓട്സിന് 1.5 കപ്പാണ്, ഉപ്മാവായതുകൊണ്ട്. ഇപ്പം നോക്കണം നിങ്ങൾ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടേ. അതിലോട്ട് മല്ലിയില 2 ടീസ്പൂൺ ഉണ്ടായിരിക്കും, മല്ലിയില ഇട്ടു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് മാഗി നൂഡിൽസ് വാങ്ങിക്കിടുന്ന മാഗിയുടെ മസാലയാണേ. ഇത് ഇടാമെങ്കിൽ പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. പക്ഷേ ഞാൻ ഇച്ചിരി ഇടുക, 1/2 ടീസ്പൂൺ വരെ ഇട്ടാൽ മതി. എന്നിട്ട് അതിലോട്ട് ഓട്സ് ഇട്ടിട്ട് ഇത് ഇളക്കി അടച്ചു വെക്കണം. കുറഞ്ഞ തീയിൽ, മീഡിയം ലോയിൽ വെക്കണം. കാര്യം ഇതിന് ഇച്ചിരി വേവുള്ള ഓട്സാണ്. ഈ റോൾഡ് ഓട്സ് ആണ് നല്ലത്, മറ്റേ എളുപ്പം വേവുന്നതിനേയും കാട്ടിലും. അപ്പം ഞാൻ ഇനി ഇത് അടച്ചു വെക്കുവാണേ. അടച്ച് വെച്ചിട്ട് തീ കുറച്ച് ഒരു 3 മിനിറ്റ് വയ്ക്കാം. 1 മിനിറ്റും കൂടെ വെച്ചു. ഇപ്പോൾ ഇതേ കണ്ടോ, കുഴഞ്ഞു പോവാതെ മാറി മാറി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയാവണം. ഈ ഓട്സ് ആയതുകൊണ്ട് അയച്ചിട്ട് സമയമില്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ എളുപ്പം വേവും. ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാമേ. ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാവരും.